السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. أصلي وأسلم على المبعوث رحمة للعالمين محمد بن عبد الله وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സൂറത്ത് ഖാഫ് 23, 24, 25. أعوذ بالله من الشيطان الرجيم. وقال قرينه ചെറിയൊരു മദ് കഴിഞ്ഞിട്ട് കരീനുഹു ഹാദാ മാ ലദയ്യ അതീദ് അൽഖിയാ ഫീ ജഹന്നമ കുല്ല കഫാരിൻ അനീദ്. കഫാരിൻ തൻവീന് ശേഷം അതിനാണ് ഉന്നത്ത് വേണ്ട. കഫാരിൻ അനീദ് മന്നാഇൻ. അവിടെ തെൻവീന് ശേഷം ലാമാണ്. ലാം ഇരട്ടിപ്പിക്കുക, ഉന്നത്ത് വേണ്ട. ലാമ് ശബ്ദ കൊടുക്കുക. ലിൽ ഖൈരി മുഅ്തദിൻ മുരീബ്. അവിടെ ഇദ്ഗാം ബിഗുന്ന നല്ലോണം മണിക്കണം. മീം ഇരട്ടിപ്പിക്കും വേണം. പിന്നെ അവസാനത്തിലൊക്കെ അറിയാലോ കുത്തുബിജതാണ്, ദാലും ബാഉമാണ്. അപ്പോ ഒന്ന് അമർത്തിച്ചിരിക്കുക. وقال قرينه هذا ما لدي عتيد. ألقيا في جهنم كل كفار عنيد. مناع للخير معتد مريب. وقال قرينه അവന്റെ കൂട്ടുകാരൻ പറയും, ഹാദാ ഇതാണ്, മാ ലദയ്യ എൻ്റെ അടുക്കലുള്ളത്, അതീദ് തയ്യാറായിട്ടുള്ള. അൽഖിയ ഇടുക, നിങ്ങൾ അവനെ ഇടുക. ഫീ ജഹന്നമ കത്തിയാളുന്ന നരകത്തിൽ, കുല്ല കഫാരിൽ എല്ലാ സത്യനിഷേധികളെയും നന്ദി കെട്ടവരെയും, അനീദ് ദുർവാശിക്കാരായ, മന്നാഴിൻ തടയുന്നവരുമായ, വളരെ കൂടുതൽ തടയുക എന്നർത്ഥം. മന്നാഴിൽ ഖൈരി നന്മയെ തടയുന്ന, മുടക്കുന്ന ആൾക്കാർ. മുഅ്തദിൻ അതിക്രമം ചെയ്യുന്നവൻ. മുരീബ് സംശയിക്കുന്നവനുമായ, അവരെല്ലാവരെയും നരകത്തിലിടുക എന്നാണ്. വഖാല ഖരീനുഹു ഹാദാ മാ ലദയ്യ അതീദ്. അവന്റെ കൂട്ടുകാരൻ പറയും, ഇതാ എൻ്റെ അടുക്കൽ ഇതാണ് തയ്യാറായിട്ടുള്ളത്. അൽഖിയാ ഫി ജഹന്നമ കുല്ല കഫാരിൻ അനീദ്. എല്ലാ ദുർവാശിക്കാരായ സത്യനിഷേധികളെ അല്ലെങ്കിൽ നന്ദി കെട്ടവരെ എല്ലാവരെയും ജഹന്നമിൽ
കത്തിയാളുന്ന നരകത്തിൽ ഇട്ടേക്കുവിൻ. മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ മുരീബ്, നല്ലതിനെ തടുക്കുന്ന നന്മയെ മുടക്കുന്നവനും അതിക്രമിയും സംശയാലുവുമായ എല്ലാവരെയും നരകത്തിലിടുകയും. 22-ാമത്തെ ആയത്തിന്റെ തുടർച്ചയാണ്. പരലോകത്ത് വേറെ ഒരു ലോകമായിരിക്കും. അവിടെ കാഴ്ചക്ക്, ദുനിയാവിലെ കാഴ്ചയല്ല ഉണ്ടാവുക, എല്ലാം തുറന്ന് കാണുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക എന്നാണല്ലോ പറഞ്ഞത്. ഇതിന്റെ കാഴ്ച വളരെ മൂർച്ചയുള്ളതാണെന്നാണ് തൊട്ടുമുമ്പത്തെ ആയത്തിന്റെ അവസാനം പറഞ്ഞത്. അപ്പോ മലക്കുകളെയും പിശാചുക്കളെയും ഒക്കെ കാണാൻ കഴിയുമായിരിക്കും. അല്ലാഹു അലം. ഏതായിരുന്നാലും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടും. ഇതാണ് സത്യം, പരലോകമെന്ന സംഗതി, മരണാനന്തര ജീവിതം യാഥാർത്ഥ്യമാണ്, അത് ഇതാ നമ്മുടെ കൺമുമ്പിൽ ഇതാ വന്നിരിക്കുന്നു എന്ന അവസ്ഥയിൽ അവർ നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്ത് വഖാല ഖരീനുഹു, അവന്റെ കൂട്ടുകാരൻ പറയും. കൂട്ടുകാരൻ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ കൂട്ടുകാരൻ മലക്ക്, ഒരു മലക്ക് എല്ലാം എഴുതി രേഖപ്പെടുത്തിയ ഒരു മലക്ക് കൂടെ വരും എന്ന് പറഞ്ഞല്ലോ. അതുപോലെ ഷഹീദ്, ഒരു സാക്ഷി ഉണ്ടാവും. നേരത്തെ പറഞ്ഞു സായിഖും വ ഷഹീദ്. ആ അതിൽപ്പെട്ട സായിഖ്, ആ മലക്ക് പറയും. എല്ലാ രേഖകളും അവിടെ ഉണ്ടാവും, കർമ്മങ്ങളുടെ പൂർണ്ണമായ രേഖ. ആ രേഖയെ സംബന്ധിച്ചാണ് പറഞ്ഞത് ഹാദാ മാ ലദയ്യ അതീദ്, എന്റെ അടുക്കൽ ഇതാ എല്ലാ രേഖയും ഇതാ എന്ന് പറഞ്ഞ് അവൻ ഈ മലക്ക് മുന്നോട്ട് വരും. അതാണ് പറയുന്നത്. കാല പരീനുഹു, അവന്റെ കൂട്ടുകാരനപ്പൊ പറയും ഈ മലക്ക്. അതാണ് തഫ്സീറിൽ വരെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. കുറെ ഇതല്ല ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പ്രസക്തമായി തോന്നുന്ന അഭിപ്രായമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പൊ ആ മലക്ക് അങ്ങനെ പറയും, ഇതാ എന്റെ അടുക്കലുള്ള രേഖ. അൽഖിയാ ഫി ജഹന്നമ. അപ്പൊ ഈ സായിഖും ഷഹീദും, ഈ കൊണ്ടുവരുന്ന, തെളിച്ചു കൊണ്ടുവരുന്ന ആളും പിന്നെ സാക്ഷിയും അവരോട് പറയണം, അൽഖിയാ ഫി ജഹന്നമ കുല്ല കഫാരിൻ അനീദ്, എല്ലാ കഫാറിനെയും അനീദിനെയും നരകത്തിൽ നിങ്ങൾ ഇട്ടേക്കുക. നരകത്തിൽ എത്തിപ്പെടാനുള്ള 2 കാരണങ്ങളാണ് ഈ പറഞ്ഞത്. ഒന്ന് കുഫർ, മറ്റൊന്ന് അനീദ് എന്ന് പറഞ്ഞത് ദുർവാശി, അനാവശ്യമായ ദുർവാശി. സത്യം കണ്ടിട്ടും അതിനെതിരിൽ വാശി പിടിച്ചു നിൽക്കുക. സത്യം മനസ്സിലായിട്ടും ബോധ്യപ്പെട്ടിട്ടും അത് സ്വീകരിക്കാതെ തള്ളിക്കളയുക. കഫാർ പിന്നെ പറയേണ്ടതില്ലല്ലോ, 2 അർത്ഥത്തിലും. സത്യനിഷേധി, സത്യം കണ്ടു അതിനെ നിഷേധിച്ച് കളയുക, അല്ലെങ്കിൽ നന്ദികേട് കാണിക്കുക, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിക്കുക. അതും കഫാർ ഫഅാൽ വസ്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫഅാൽ വസ്ൻ എന്ന് പറഞ്ഞാൽ ഒരു സംഗതി കൂടുതൽ ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥമാണ്. കാഫിർ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ കഫാർ കൂടുതൽ കുഫർ ചെയ്യുന്നവൻ, സത്യനിഷേധം കൂടുതലായുള്ളവൻ, നന്ദികേട് വളരെ കൂടുതലുള്ളവൻ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള എല്ലാവരെയും നിങ്ങൾ നരകത്തിൽ ഇട്ടേക്കുക. അൽഖിയാ ഫി ജഹന്നമ, കത്തിയാളുന്ന നരകത്തിൽ അവരെ ഇട്ടേക്കുക. കുല്ല കഫാരിൻ അനീദ്, ദുർവാശിക്കാരായ നന്ദി കെട്ടവരായിട്ടുള്ള. ദുർവാശിക്കാരി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു, ഒരു സംഗതി ഒരാൾ പറഞ്ഞപ്പോ, അല്ലെങ്കിൽ വായിച്ചപ്പോ, അല്ലെങ്കിൽ കേട്ടപ്പോ ഇതാണ് ശരി എന്ന് ബോധ്യപ്പെട്ടു. അതിന് കൂടുതൽ ഉദാഹരണം ഒന്നും പറയണ്ട. മക്കത്തെ മുശ്രിക്കുകളുടെ, മക്കത്തെ നിഷേധികളുടെ ഉദാഹരണം തന്നെ പറഞ്ഞാൽ മതി. നമ്മൾ പലതവണ ഇവിടെ ആവർത്തിച്ച കാര്യമാണ്. അബൂജഹലായിരുന്നല്ലോ വലിയ നേതാവ് നിഷേധികളുടെ. അബൂജഹൽ പറഞ്ഞ ഒരു ചരിത്രം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
ഞങ്ങളും ബനു ഹാഷിമും തമ്മിൽ മത്സരിച്ചു. ബനു ഹാഷിം എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം. ഞങ്ങളും ബനു ഹാഷിമും മത്സരിച്ചു. അവര് ഹാജിമാർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു. അപ്പൊ ഞങ്ങളും ചെയ്തു അതിന് തുല്യമായിട്ട്. അവര് വെള്ളം കൊടുത്തു, ഭക്ഷണം കൊടുത്തു, അപ്പൊ ഞങ്ങളും കൊടുത്തു. അവര് ഇന്നതുപോലെ ചെയ്തു, അപ്പൊ ഞങ്ങളും അതുപോലെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ സമമായിട്ട് നിൽക്കരുത്. അപ്പോഴാണ് പറയണത്, ഇതാ ഞങ്ങളുടെ കൂട്ടത്തിൽ ആകാശത്ത് നിന്ന് വഹി വരുന്ന ഒരു നബി ഞങ്ങളെ കൂടെ ഉണ്ട് എന്ന് ഓരോട് പറയുന്നത്. അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക. അതാ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്കില്ലാത്ത ഒരു ശ്രേഷ്ഠത, ഒരു പോരിശ അല്ലെങ്കിൽ ഒരു പദവി അവർക്കുണ്ട് എന്നുള്ളത് അംഗീകരിച്ചു കൊടുക്കാത്ത സംഗതി. അപ്പോ നിഷേധിക്കുകയാണ്. സംഗതി എന്താണ്? മുഹമ്മദ് എന്ന വ്യക്തിയെ അവർക്ക് ചെറുപ്പം മുതലേ അറിയാം. 40 വയസ്സ് വരെ ഒരു കുഴപ്പമില്ലാന്ന് അവരെല്ലാവരും അംഗീകരിച്ച ആളാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഗതി. അല്ലമീൻ എന്നാണ് വിളിച്ചിരുന്നത് തന്നെ. പേര് മുഹമ്മദ് എന്ന് പറയില്ല, അല്ലമീൻ എന്നാ പറയാം. അല്ലമീൻ വന്നു, അല്ലമീൻ പോയി, അല്ലമീൻ പറഞ്ഞു, ഇങ്ങനെ അല്ലമീൻ എന്നുള്ള പേരാണ് പറഞ്ഞത്. അത്ര വിശ്വാസമായിരുന്നു. എന്നുവെച്ചാൽ ആ രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ വളർത്തിയെടുത്തത്, അവർക്ക് തള്ളിക്കളയാൻ പറ്റാത്ത നിലക്ക്. പക്ഷേ ഈ രൂപത്തിൽ വന്നപ്പോ അവരെന്ത് പറഞ്ഞു? ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല. ഇവിടെ എത്ര ആൾക്കാരുണ്ട്? ഇവിടെ മക്കത്തും തായിഫും അങ്ങനെ തന്നെ ഒരു ആയത്തിൽ പറയുന്നുണ്ട്. മക്കത്തും തായിഫിലും എത്ര നല്ല നല്ല നേതാക്കന്മാരും പൈസക്കാരും മറ്റും ഒക്കെ ഉണ്ട്, സമ്പന്നരും ഒക്കെ. അവരെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഒരാളെ നബിയാക്കി കൂടായിരുന്നോ? എന്തിനപ്പോ മുഹമ്മദിനെ നബിയാക്കിയത് എന്ന് അവർ പറഞ്ഞതായിട്ട് ഖുർആൻ തന്നെ പറയുന്നു. അപ്പോ കാര്യം മനസ്സിലായിട്ടും അത് തള്ളിക്കളയാ, അതാണ് കഫറ. കഫാർ എന്ന് പറഞ്ഞു. ഇവിടെ കാഫർ എന്ന് പറയാതെ കഫാർ എന്ന് തന്നെ പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെ തള്ളിക്കളഞ്ഞ ആൾക്കാർ അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട്. ഇപ്പൊ അബൂജഹലിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഈ കാലത്തും എല്ലാ കാലത്തും അത്തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഖുർആൻ വായിച്ചിട്ട് അല്ലെങ്കിൽ സംഗതി കേട്ടിട്ട് ഇത് ശരി തന്നെയാണ്, ഇത് സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം തള്ളിക്കളയുന്ന ആൾക്കാർ. അങ്ങനത്തെ എല്ലാവരെയും നരകത്തിൽ നിങ്ങൾ ഇട്ടേക്കുക. അനീത്, ദുർവാശിക്കാരായ ഈ ദുർവാശി. ഇത് മനസ്സിലാക്കിയാൽ കാര്യം ബോധ്യപ്പെട്ടു, ഇതാണ് ശരി, ഇതാണ് സത്യം, എന്നാലും നമ്മൾ സമ്മതിക്കൂല എന്ന് പറയുന്ന ദുർവാശി. പിന്നെ പറയുന്നത് മന്നാഇൽ ഖൈരി മുഅ്തദിൻ മുരീബ്. മൂന്ന് തരത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചാണ്. ഒന്ന് മന്നാഉൽ ഖൈർ, നന്മയെ തടുക്കുന്ന ആൾക്കാർ. അവിടെ നിന്നുണ്ടോ മന്നാ എന്നാണ് പറഞ്ഞത്. ഗഫാർ എന്ന് പറഞ്ഞതുപോലെ ഫഅൽ വസൻ എന്നാണ് പറഞ്ഞത്. മന്നാഇൽ ഖൈരി, നന്മയെ തടുക്കുന്ന, അതിന് മുടക്കമുണ്ടാക്കുന്ന, നല്ല കാര്യങ്ങൾക്ക് മുടക്കമുണ്ടാക്കുന്ന ആൾക്കാർ, അവരെയും നരകത്തിൽ ഇട്ടേക്കുക. എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോ, ഏതെങ്കിലും ഒരു കാര്യം വരുമ്പോ അതിന് മുടക്ക്, നമ്മളെ നാടൻ ഭാഷ പറഞ്ഞ പാര വെക്കുന്ന ആൾക്കാർ. ഒരു ഹൈറ് വരുമ്പോ അതിന് പാര വെക്കുക, അത് നടക്കാതിരിക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തുക. അങ്ങനെയുണ്ട് ചില ആൾക്കാർ. അതാണ് അവരെ പറ്റിയാ പറയുന്നത്. മന്നാഇൽ ഖൈർ, നന്മകൾക്ക് മുടക്കുണ്ടാക്കുന്ന, തകരാറുണ്ടാക്കുന്ന, അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് അതിനെ മുടക്കുന്ന, തടുക്കുന്ന ആൾക്കാർ, അവരെയും പിടിച്ച് നരകത്തിൽ ഇട്ടേക്കുക എന്നാണ് പറയുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുഅ്തദിൻ, അടുത്ത പറയുന്നത് മുഅ്തദിൻ, അതിക്രമകാരി, അക്രമങ്ങൾ ചെയ്യുന്ന. അക്രമങ്ങൾ ചെയ്യുന്ന പറയുമ്പോൾ വളരെ വ്യാപകമായ അർത്ഥത്തിൽ ഉൾപ്പെടുത്താം. അതിക്രമിയായിട്ട് ഏതൊരു വിഷയത്തിലും ഒരു കാര്യത്തിന് ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ടാവും, പരിധി വെച്ചിട്ടുണ്ടാവും. ആ പരിധി മുൻകടക്കുന്നവർ. ഇസ്ലാമിക മൂല്യങ്ങൾ ഇപ്പൊ പറയില്ലേ, ഉദാഹരണം പറയുകയാണെങ്കിൽ പരിധി വെച്ചതിനെ ഒക്കെ തകർത്ത് കളയുന്ന ആൾക്കാർ. ഇപ്പോഴത്തെ പുതിയ ലിബറലിസം കേൾക്കുന്നുണ്ടാവുമല്ലോ, സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ സാധാരണ കേൾക്കുന്നുണ്ടാവുമല്ലോ. അതിൽ പറയണോ, എന്റെ ശരീരം എന്റേതാണ്, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും. സാധാരണ ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ ന്യൂ ജനറേഷന്റെ ഒരു അതാണ്. എന്റെ ശരീരം എന്ന് പറയുന്നത് എന്റേതാണ്,
അത് എന്ത് ചെയ്യണമെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരം? ഞങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്യും. ഇത് പരിധി കിടക്കല. എന്റെ ശരീരം എന്റേതല്ല. ഇതിലൊരു സെല്ല് ഞാൻ ഉണ്ടാക്കിയാൽ വിചാരിച്ചാൽ ഉണ്ടാക്കാൻ കഴിയില്ല. ഒരു സെല്ല്, കോടിക്കണക്കിന് സെല്ലുകളുണ്ട്. നമ്മളെ തലച്ചോറിൽ 10,000 കോടി നെർവ്സുകൾ ഉണ്ട് എന്നാ പറയുന്നത്. 25 ലക്ഷം നെഫ്രോൺ നമ്മളെ കിഡ്നിയിലുണ്ട്. ഇതിൽ ഒരു നെഫ്രോൺ നമ്മൾ പറഞ്ഞാൽ കൊടുക്കും. പിന്നെ എന്റെ ശരീരത്തിൻ്റെതാണ് എങ്ങനെ പറയാം? അപ്പൊ പരിധി വിട്ട് സംസാരിക്കുന്ന, പരിധി വിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന വിവാഹമൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. വിവാഹം അതൊന്നും ഇപ്പത്തെ ആവശ്യമുള്ള കാര്യമല്ല. അതൊക്കെ ആവശ്യമുള്ളവർ വേണമെങ്കിലും ഒപ്പം കുറച്ചു കാലം ജീവിക്കുക, ഇങ്ങനെ വേണ്ടെന്ന് വിചാരിച്ചാൽ ഒഴിവാക്കി പോവുക, അതൊക്കെ ഇപ്പോൾ സാധാരണകൾ കേൾക്കുന്നുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ പരിധികളെയും ലംഘിക്കുന്ന ആൾക്കാർ, അതാണ് മുഅ്തദിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം. എല്ലാം എന്നാണ് എന്റെ ഫിഅല്. മുഅ്തദിൽ, അങ്ങനെ പരിധി ലംഘിക്കുന്നവർ. മുരീബ്, സംശയാലുവായ, സംശയിക്കുക, എന്തിനായാലും അതിന് അത് അങ്ങനെ ആവില്ല, അതിങ്ങനെ ആയിരിക്കും, അത് മറ്റേതിലായിരിക്കും, ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ് സംശയിക്കുന്ന ആൾക്കാർ. അപ്പോ ഇവിടെ ഒന്ന് പറഞ്ഞത് കുഫർ, സത്യനിഷേധം അല്ലെങ്കിൽ നന്ദികേട്. 2 ദുർവാശിക്കാരനായ ആൾക്കാർ. പിന്നെ നന്മകൾ തടയുന്ന ആൾക്കാർ. അടുത്തത് പരിധി ലംഘിക്കുന്ന ആൾക്കാർ. അവസാനത്തത് മുരീബ്, സംശയിക്കുന്നവർ. ഈ തരത്തിലുള്ള എല്ലാവരെയും നരകത്തിൽ ഇട്ടുകൊള്ളുക, നരകത്തിൽ ഇട്ടേക്കുക എന്ന അള്ളാഹുവിന്റെ കൽപ്പന വരും എന്നാണ് പറയുന്നത്. ഈ തരത്തിലുള്ള സ്വഭാവമുള്ളവർ എന്നാണ് പറഞ്ഞ കാര്യം. അപ്പൊ അത്തരത്തിലുള്ള ഏതൊരു സ്വഭാവവും നരകത്തിലേക്ക് നയിക്കാൻ വഴിവെക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത്തരത്തിലുള്ള എല്ലാ സ്വഭാവങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.